ഓവർ പ്രൈസ്ഡ് ഇൻഫ്ലേറ്റഡ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ ഇവിടെ നിന്ന് സൈൻ ചെയ്യുന്നത് നല്ല പാടുള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാ താരങ്ങൾക്കും അർഹിക്കുന്നതിനെക്കാട്ടി അധികം പൈസ കൊടുത്താണ് ISL ക്ലബ്ബുകൾ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പുതുതായിട്ട് വന്ന മുഹമ്മദ് അൻസിന് ISLലെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. പക്ഷേ എന്തുകൊണ്ടോ ഹൈദരാബാദ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ക്യാപിറ്റലൈസ് ചെയ്യാൻ, യൂട്ടിലൈസ് ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ മുഹമ്മദ് അൻസിനെ കൊണ്ട് ഹെവൻസേക്ക് ഒരു സാഹചര്യം കിട്ടി എന്നതുകൊണ്ട് തന്നെ അവർ ഹൈദരാബാദ് FC താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നലെ രാത്രി ഖേൽനോ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് ഹൈദരാബാദ് FC യുവ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടുള്ള മഖൻ ചോട്ടയെയും അതുകൂടാതെ അവരുടെ മറ്റൊരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന സജാദ് ഹുസൈനെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ പറയാം. അതായത് ഹൈദരാബാദ് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദിൽ നിന്നും മധ്യനിര താരമായിട്ടുള്ള മഖാൻ ചോട്ടയെയും പിന്നെ ഫുഡ് ബാക്ക് ആയിട്ടുള്ള സജാദ് ഹുസൈനെയും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തവണ കൊൽക്കത്തയിലെ പോരാട്ടങ്ങൾ വല്ലാതെ കൊഴുക്കും. കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ പാരമ്പര്യവും പ്രൗഢിയും പഴക്കവും ഒക്കെയുള്ള 3 ജയൻസ് ഉണ്ട്. ആ 3 ജയൻസും ഒരുമിച്ച് ISL കളിക്കുമ്പം കൊൽക്കത്തയിലെ പോരാട്ടങ്ങൾ കളിക്കളത്തിൽ നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്.